തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല പഞ്ചായത്തിൽപ്പെടുന്ന കുത്താമ്പുള്ളി ഏറെ പ്രശസ്തമായ ഗ്രാമങ്ങളിലൊന്നാണ്. ഇവിടുത്തെ കൈത്തറി തുണികളാണ് ആ ഗ്രാമത്തെ പ്രശസ്തമാക്കിയിട്ടുള്ളത്. ഈ കൈത്തറി നെയ്തെടുക്കുന്നത് ദേവാംഗ ചെട്ടിയാർ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. ഇവരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊച്ചി രാജാവ് കൊണ്ടുവന്ന് താമസിപ്പിച്ചതാണ് കുത്താമ്പുള്ളിയിൽ. രാജകുടുംബത്തിലേക്ക് ആവശ്യമായ തുണികൾ നെയ്യുന്നതിന് വേണ്ടിയാണ് ഇവരെ കൊണ്ടുവന്നത്. ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അത് നമുക്കൊന്ന് പരിശോധിക്കാം. കുത്താമ്പുള്ളി എന്ന നെയ്ത്ത് ഗ്രാമത്തിലാണ് ഞങ്ങൾ. തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല പഞ്ചായത്തിലാണ് ഈ ഗ്രാമം. 2000-ഓളം വീടുകളാണ് ഈ ഗ്രാമത്തിലുള്ളത്. പാലക്കാട് ജില്ലയുടെ അടുത്ത് കിടക്കുന്ന ഒരു ഗ്രാമമാണ് കുത്താമ്പുള്ളി. ഒട്ടനവധി ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ഈ ഗ്രാമത്തിലുണ്ട്. തുണി വ്യാപാര രംഗത്ത് ഇന്ന് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഗ്രാമമാണിത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തുണിയെടുക്കുന്നതിനായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. നെയ്ത്തുകാരുടെ ഗ്രാമം എന്ന നിലയ്ക്ക് ഏറെ പ്രശസ്തമാണ് ഇന്ന് ഈ ഗ്രാമം. 4 നൂറ്റാണ്ട് മുമ്പ് കൊച്ചി രാജാവ് മൈസൂരിൽ നിന്ന് തുണി നെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്ന് താമസിപ്പിച്ചവരാണ് ഈ കുടുംബങ്ങളെല്ലാം. പരമ്പരാഗത കസവ് സാരികൾക്കും കൈത്തറി ഉൽപ്പന്നങ്ങൾക്കും ഏറെ പേര് കേട്ടതാണ് ഈ ഗ്രാമം. ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചവയാണ് കുത്താമ്പുള്ളിയിലെ വസ്ത്രങ്ങൾ. കൊച്ചി രാജാക്കന്മാരുടെ കാലത്ത് കൊട്ടാര ആവശ്യങ്ങൾക്കായി തുണി നെയ്യുന്നതിന് കൊണ്ടുവന്നവരാണിവർ. മൈസൂരിലെ ദേവാംഗ സമുദായത്തിൽപ്പെട്ടവരാണിവർ. നേരെ മുന്നിൽ കാണുന്നത് ഇവരുടെ ക്ഷേത്രമാണ്. മൈസൂരിലെ ചാമുണ്ഡി ഹില്ലിലെ ദേവിയായ ചാമുണ്ടേശ്വരിയാണ് ഇവരുടെ പ്രധാന ആരാധനാമൂർത്തി. ഗ്രാമത്തിൽ ദേവിക്കായി ഭക്തർ 2 അമ്പലങ്ങൾ പണിതുയർത്തിയിട്ടുണ്ട്. നിളയുടെ തീരത്താണ് ഈ മനോഹര ഗ്രാമം. നിളയുടെ പ്രധാന പോഷക നദികളിലൊന്നായ ഗായത്രി പുഴ കുത്താമ്പുള്ളി ഗ്രാമത്തിൻ്റെ തെക്ക് ഭാഗത്ത് കൂടി ഒഴുകുന്നു. നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നാണ് ഗായത്രി പുഴ ഉത്ഭവിക്കുന്നത്. കുത്താമ്പുള്ളിക്ക് സമീപമുള്ള മായന്നൂരിൽ വെച്ച് ഭാരതപ്പുഴയുമായി ഗായത്രി പുഴ സംഗമിക്കുന്നു. കുത്താമ്പുള്ളിയിലെ നെയ്ത്തുകാരുടെ ജീവിതത്തോടും സംസ്കാരത്തോടും ഏറെ ചേർന്നു നിൽക്കുന്നവയാണ് ഈ നദീതീരങ്ങൾ. തുണി വ്യവസായത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമായതുകൊണ്ട് ഇവിടെയൊക്കെ സ്ഥലത്തിനും നല്ല വിലയാണത്രേ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു കാര്യം വളരെ ശ്രദ്ധേയമായി തോന്നി. ഈ പ്രദേശത്തിൻ്റെ ഗ്രാമീണ ഭംഗി ഇതുവരെ ഒട്ടും ചോർന്നിട്ടില്ല. തനത് സംസ്കാരവും അവർ പരമാവധി നിലനിർത്തിപ്പോരുന്നു. മിക്കവാറും എല്ലാ വീടുകളിലും തുണികൾ നെയ്തെടുക്കുന്നതിനുള്ള തറികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കുത്താമ്പുള്ളി സാരികൾക്ക് ഭൗമ സൂചിക അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. നമുക്ക് സാരി നെയ്തെടുക്കുന്ന ഒരു കുടുംബത്തെ കാണാം. ഇദ്ദേഹത്തിൻ്റെ പേര് മഹേന്ദ്രൻ എന്നാണ്.
എത്ര കുടുംബം ഉണ്ടാവും ഇത് നെയ്യുന്നവര്? 2000 കുടുംബമുണ്ട്, നെയ്യുന്നുണ്ട് അല്ലേ? ഓ അത് ശരി. അപ്പൊ കുഴപ്പമില്ലല്ലോ ഇവിടെ. പറ്റില്ല. മറ്റേത് പോയി കഴിഞ്ഞാൽ അവര് പറഞ്ഞത് ചെയ്യണം. അതാണ് ഈ പഠിക്കുന്ന വ്യത്യാസം. ഇദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ലതാമണിയാണിത്. ഇവര് രാജാക്കന്മാരെ കൊന്നതാണ് മുഴുവൻ വേണ്ടി. അത് ശരി. അങ്ങനെ വന്ന് പെടുന്നതാണ്. ഈ പുള്ളി വേറെ ഭാഷയില്ല, നല്ല കന്നഡയാണ്. അത് ശരി. മൈസൂരിൽ നിന്ന് പിന്നെ ഏത് രാജാവ് ഇവിടെ നമ്മളെ കൊച്ചി രാജാവ് കൊണ്ടുവന്നത്? അത് ശരി. പിന്നെ അവർ ഈ അരിമ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലത്തും ഉണ്ടല്ലോ കുറേ അല്ലേ? കരിമ്പുഴ ഉണ്ട്, ചിറ്റൂര്. അത് ശരി. 2000 കുടുംബമുണ്ട്. ഇത് ഏത് പഞ്ചായത്താണ് വരുന്നത്? തിരുവല്ലാമല പഞ്ചായത്ത്. ഇത് നിങ്ങൾ സൊസൈറ്റിയിലാണോ കൊടുക്കുക നെയ്ത് കഴിഞ്ഞാൽ? ഓ അത് ശരി, അങ്ങനെ ഉണ്ടല്ലേ? ഏകദേശം നമുക്ക് ഒരു ദിവസം നെയ്താൽ നമുക്ക് ജീവിക്കാനുള്ളൊരു 100-300 രൂപ കിട്ടും ആകെ ഒരു ആണ്. നമ്മുടെ പ്രായത്തിന് അത്ര കിട്ടുള്ളൂ. ജീവിച്ചു പോകാന്ന് മാത്രം, വേറെ തൊഴിൽ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോ വയസ്സ് 70 അത് ശരി. ഇനി അവിടെ പോയാലും ജോലി കിട്ടില്ലല്ലോ. ഇല്ല ഇല്ല, അത് ശരിയാണ്. പിന്നെ പഠിക്കാർക്കല്ലേ ജോലി. ഒരു ദിവസം ഒരു മുണ്ടൊക്കെ നെയ്യോ? ഒരു മുണ്ടേ നെയ്യാൻ പറ്റുള്ളൂ. അതിനൊരു 300 റുപ്യ കിട്ടും അല്ലേ? ഈ കേൾക്കുന്ന താളം നെയ്ത്തിൻ്റെ താളം മാത്രമല്ല, അവരുടെ ജീവിതത്തിൻ്റെ താളം കൂടിയാണ്. നൂറ്റാണ്ടുകളായി ഈ നാടിൻ്റെ താളം കൂടിയാണത്. കുത്താമ്പുള്ളിയിൽ നിരവധി തുണിക്കടകളാണുള്ളത്. ഇവിടെ നെയ്തെടുക്കുന്ന തുണികൾക്ക് പുറമെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുത്തിയിട്ടുള്ള തുണികളും ഇവിടെ ലഭിക്കും. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, പുറത്തുനിന്നും നിരവധി പേരാണ് തുണിയെടുക്കുന്നതിനായി
ഇവിടേക്ക് എത്തുന്നത്. എല്ലാ തുണിക്കടകളിലും പൊതുവെ നല്ല തിരക്കാണ്. ആഘോഷ സമയങ്ങളിൽ തിരക്ക് പതിവിലും കൂടും. Bailan sa